താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. അഭിഷിക്തന്റെ പ്രാർത്ഥന. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നല്ല കാര്യമായല്ലേ? പ്രാർത്ഥന മാത്രമേ. അയ്യോ, പലരും പറയുക, ദേവദാസനെ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഞാൻ എന്നേ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയേനെ. അത്രമാത്രം പ്രശ്നങ്ങളാണ് അതിന് മധ്യത്തിൽ നിർത്തുന്നത് പ്രാർത്ഥന. അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ്. പ്രാർത്ഥിക്കാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഇന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. മറ്റാർക്കും വരുത്തുവാൻ കഴിയാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. ഇന്നലകളിൽ പ്രവർത്തിച്ചത് ആവർത്തിക്കും. ഇന്നലകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പ്രവൃത്തി ആരംഭമാകും. അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പക്ഷേ ഇവിടെ മറ്റൊരു സംശയം ഉയർന്നു വരാം. ഇങ്ങനെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, ആവശ്യക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തെ അറിഞ്ഞവരും സ്നേഹിക്കുന്നവരും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ മറ്റൊരാളിൻ്റെ പ്രാർത്ഥന നമുക്ക് ആവശ്യമുണ്ടോ? ഇപ്പോൾ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യം എന്താണ്? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. പലരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ പിന്നെ അവിടെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവർ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ, നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ലേ? ഇല്ലേ? അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു അഭിഷിക്തന്റെ പ്രാർത്ഥന? ഒരു വ്യക്തിയുടെ അല്ല, ഞാനൊരു അഭിഷിക്തന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. ആരാണ് അഭിഷിക്തൻ? ദൈവം തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി. പല നിലകളിലുള്ള അഭിഷിക്തന്മാരെ വിശുദ്ധ വേദ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ദാവീദ് ഒരു അഭിഷിക്തനാണ്. യുദ്ധം ചെയ്ത് തൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തെ നടത്തുക എന്നുള്ളതാണ് ദാവീദ് എന്ന അഭിഷിക്തനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം. മോശ ഒരു അഭിഷിക്തനാണ്. എന്താണ് മോശയുടെ മേലുള്ള ദൗത്യം? തൻ്റെ ജനത്തെ മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വാഗ്ദത്തത്തിലേക്ക് നടത്തുക. നിരവധി പ്രവാചകന്മാരെ വിശുദ്ധ വേദ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവരൊക്കെ അഭിഷിക്തന്മാരാണ്. അപ്പോസ്തലന്മാർ അഭിഷിക്തന്മാരാണ്. കർത്താവിൻ്റെ വേല ചെയ്യുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട, വിളിച്ച് വേർതിരിക്കപ്പെട്ട അഭിഷിക്തന്മാർ. അങ്ങനെ പല നിലകളിൽ കർത്താവ് വിളിച്ച് വേർതിരിച്ച പലരും എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അതേന്നേ, ആ പക്ഷയുടെ കാരണമുണ്ടല്ലോ. ഇപ്പോഴും ദാവീദിനെ പോലെ ആ കാനന മധ്യത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. അഭിഷേക തൈലം വീണവനാണ്, അഭിഷിക്തനാണ്. പക്ഷെ ഇപ്പോഴും സ്ഥാനം കാട്ടിലാണ്. അതുകൊണ്ട് എന്ത് കാര്യം എന്ന് വച്ച് ദാവീദ് മിണ്ടാതിരുന്നില്ല. പിന്നെയോ ആ കാനന മധ്യത്തിൽ താൻ ഒരു അഭിഷിക്തനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ പാടി ആരാധിക്കുവാൻ തുടങ്ങി. ഓ സ്തോത്രം! ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. ഫലം എന്താണ്? സിംഹത്തെയും കരടിയും കീറിക്കൊണ്ട് സിംഹാസനത്തിലേക്ക് വരുവാൻ ദൈവം ദാവീദിന് അവസരമൊരുക്കി. ചില അഭിഷിക്തന്മാർ ഈ ദിവസങ്ങളിൽ പുറത്തു വരുവാൻ പോകുക. അതെ, നിങ്ങൾ ദൈവത്തിനു വേണ്ടി ചിലത് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതറിയാം, പലരിലൂടെയും കേട്ടിട്ടുണ്ട്. നിങ്ങളോട് തന്നെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. അതെ, അത് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയോടെ, പ്രാഗൽഭ്യത്തോടെ ആ കാനന മധ്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ പോകുക. ചിലരുടെ പുറത്തു വരവാ. ഓ സ്തോത്രം! കർത്താവിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ചിലർ പുറത്തു വരുവാൻ പോകുക. ശുശ്രൂഷക, നിന്നിലുള്ള ശുശ്രൂഷ ആ വിധത്തിൽ പുറത്തു വരുവാൻ പോകുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളുടെ മേലുള്ള ശുശ്രൂഷ ആ വിധത്തിൽ പുറത്തു വരുവാൻ പോകുക. സഹോദര, സഹോദരി, നിങ്ങളുടെ മേലുള്ള ശുശ്രൂഷ ആ വിധത്തിൽ പുറത്തു വരുവാൻ പോകുക. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, കർത്താവിന് നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ പല ദൗത്യങ്ങളുമുണ്ട്. പ്രസംഗിക്കുക എന്നുള്ള ദൗത്യം മാത്രമല്ല, പ്രാർത്ഥിച്ച് രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, ബന്ധനങ്ങളെ അഴിക്കുക, കെട്ടുകളെ പൊട്ടിക്കുക എന്നുള്ള ദൗത്യം മാത്രമല്ല, അധികാര സ്ഥാനങ്ങളിൽ നിങ്ങൾ എത്തണമെന്നുള്ള ദൗത്യം ദൈവത്തിനുണ്ട്. രാജ്യങ്ങളെ നിങ്ങൾ കീഴടക്കണമെന്നുള്ള ദൗത്യം നിങ്ങളിലൂടെ ദൈവത്തിന് ചെയ്തെടുക്കുവാനുണ്ട്. സ്ഥാനമാനങ്ങൾ നിങ്ങൾ അലങ്കരിക്കണം. ആ വിധത്തിൽ ദൈവത്തിൻ്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടണം. അതൊരു ദൗത്യമാണ്. ഇങ്ങനെ പല നിലകളിലുള്ള ദൗത്യം നിങ്ങളുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് അതിനൊത്തവണ്ണം നിങ്ങൾ മുൻപോട്ട് പോകുക. അവിടെ നീ മാനിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടവും നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ
ദൗത്യവുമാണ്. അപ്പോൾ പ്രാർത്ഥനയിലേക്ക് തന്നെ വരാം. അഭിക്ഷുദ്ധൻ്റെ, ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം പോലെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ചിലരുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ ഇന്ന് അനുഭവിക്കുവാൻ പോകുക. അതെ, പ്രാർത്ഥനയുടെ ഫലമായുള്ള മാറ്റം ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ അനുഭവിക്കുവാൻ പോവുക. നോക്കൂ, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. ഒരുത്തൻ കാണുകയാണ്. എപ്പോഴാണ് കണ്ടത്? മറ്റൊരുവൻ പ്രാർത്ഥിച്ചപ്പോൾ. പ്രാർത്ഥിച്ചവൻ ആരാണ്? അവൻ അഭിക്ഷിതനായ എലീശ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ. ഈ സമയം എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് തന്നെ പറയുന്നു. സഹോദരി, നീ കാണത്തക്കവണ്ണം നിന്റെ കണ്ണ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ പറയുന്നു. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് നിങ്ങളായിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ചുറ്റും എഴുന്നു നിൽക്കുന്ന എണ്ണത്തിൽ പെരുപ്പമുള്ള പ്രബലന്മാരായ ശക്തന്മാരായ ആ ശത്രുക്കളെക്കാൾ അധികം എണ്ണത്തിൽ കൂടിയ ബലവാന്മാരായ സ്വർഗീയ സൈന്യത്തെ നിങ്ങൾ കാണുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സ്വർഗീയ സൈന്യത്തെ. നിന്റെ ഭയം വെറുതെയാ. സ്തോത്രം. നിന്റെ ശത്രുവിനെ കണ്ടുള്ള ഭയം വെറുതെയാ. സഹോദരി, ആ ജോലി സ്ഥലത്ത് നിന്നെ നിർത്തത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ആ ശത്രുവിനെ ഓർത്ത് ഭയപ്പെട്ട് ഉറക്കമില്ലാതെ രാത്രികൾ തള്ളി നിൽക്കുന്നില്ലേ? കേൾക്ക്, നിന്റെ ഭയം വെറുതെയാ. അതിലും വലിയൊരു സൈന്യം, സർവശക്തനായ ദൈവത്തിന്റെ സൈന്യം, അഗ്നിമയമായ സൈന്യം നിനക്ക് ചുറ്റും വെളിപ്പെട്ടിറങ്ങിയ. നിന്റെ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ, അതേ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ, നിന്റെ സ്ഥാനത്തെ ഉറപ്പിക്കുവാൻ, അതേ ദൂത ആ ജോലി സ്ഥലത്ത് നിന്റെ സ്ഥാനം ഉറയ്ക്കുവാൻ പോകുക. ടെർമിനേഷൻ ലെറ്റർ നിന്റെ കയ്യിൽ കിട്ടത്തില്ല. നീ ജോലി നഷ്ടപ്പെട്ട് അവിടെ നിന്ന് പോരത്തില്ല. താങ്ക് ഗോഡ്. നീ ജോലി ഇല്ലാത്തവനായി തീരുവാൻ, കണ്ണുനീരോടെ നിരാശയോടെ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ശത്രുവിൻ്റെ വലിപ്പം കണ്ട് ഭയപ്പെടരുതേ. എലീശായുടെ വാക്ക് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നോട് പിന്നെയും ഞാൻ പറയാം. അതേ 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിന് അവൻ പേടിക്കണ്ട, നിന്നോടാ പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാകുന്നു. നമ്മോട് കൂടെയുള്ളവർ സഹോദരി, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ. നിന്നെ അവിടെ നിന്ന് പുറത്താക്കുവാൻ നോക്കുന്ന, അവനൊപ്പം നിൽക്കുവാൻ ഒത്തിരി പേരുണ്ടായിരിക്കാം. അതാണ് നിന്നെ ഭയപ്പെടുത്തുന്നത്. എണ്ണം കൊണ്ട് അവർ കൂടുതലാണ്. നിനക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല. നീയും നിന്റെ നിഴലും മാത്രം. പലരും കൂടെ നിൽക്കുമെന്ന് നീ കരുതി, അവരെ ഒന്നും കാണാനുമില്ല. കൂടെ നിൽക്കുമെന്ന് കരുതിയവരൊക്കെ ഇട്ടേച്ച് നേരത്തെ ഓടിപ്പോയി. അവരുടെ ഒരു പ്രകൃതം അതാണല്ലോ. ഒറ്റയ്ക്കായി പോയിരിക്കുന്നു. അയ്യോ, ശത്രുക്കളുടെ എണ്ണം ഒത്തിരിയുണ്ട്. എന്നാൽ നീ പേടിക്കണ്ട, അവരോടൊപ്പമുള്ളതിനേക്കാൾ അധികം നിന്നോട് കൂടെയുണ്ട്. സ്വർഗീയ സൈന്യം നിന്നോട് കൂടെയുണ്ട്. നിന്നെ തകർക്കുവാൻ ആ ശത്രുവിന് കഴിയത്തേയില്ല. അതേ സഹോദര, നിന്നെ ജോലിയില്ലാത്തവനാക്കി ആ ഭവനത്തിനകത്ത് ഒതുക്കുവാൻ നിന്റെ ശത്രുവിന് കഴിയത്തേയില്ല. ആ ശത്രുവിനെ തകർത്ത് നിന്നെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. അതേ സ്വർഗീയ സൈന്യം നിന്റെ ഭവനത്തിന് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുക. നീ കണ്ണുനീരോടായിരിക്കുന്ന ആ റൂമിന് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുക. കുഞ്ഞേ, ഒത്തിരിയായി നല്ലൊരു ജോലി കിട്ടാനില്ല, വല്ലാത്ത ഭാരമാ. പലരുടെയും പരിഹാസവും നിന്നെയും കുറ്റപ്പെടുത്തലും, വഴികളെ അടച്ചു കളയുന്ന ശത്രു മന്ത്രവാദങ്ങളെ ചെയ്തു നീ ആ ഭവനത്തിൽ നിന്ന് പുറത്തു വരരുതെന്ന് അസൂയയോടെ വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന ആ ശത്രുവിൻ്റെ വലിപ്പം കണ്ട് നീ ഭയപ്പെടുക. അതെ, കേൾക്ക്, ആ ശത്രുവിനേക്കാൾ എണ്ണത്തിലധികമുള്ള ശക്തന്മാരുടെ സൈന്യം നീ ആയിരിക്കുന്ന സ്ഥാനത്ത് സ്തോത്രം ഇറങ്ങി വന്നിരിക്കുക. ഇപ്പോൾ നീ അത് കാണുവാൻ പോകുക. ശക്തന്മാരുടെ സൈന്യത്തെ നീ കാണുവാൻ പോകുക. ബലവാന്മാരുടെ സൈന്യത്തെ നീ കാണുവാൻ പോകുക. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സ്വർഗീയ സൈന്യത്തെ നീ കാണുവാൻ പോകുക. അവരുടെ യുദ്ധ നിപുണത നിന്റെ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ പോകുക. സ്തോത്രം. ആ പരാജയം അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. വചനം പറയുന്നു. അതേ 6-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ
എലീശ പ്രാർത്ഥിച്ചപ്പോൾ, അഭിഷിക്തൻ പ്രാർത്ഥിച്ചപ്പോൾ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ശക്തരാക്കുവാനും ബലപ്പെടുത്തുവാനും ജയിപ്പിക്കുവാനും തക്കവണ്ണം ഇറങ്ങി നിൽക്കുന്ന സൈന്യത്തെ നിങ്ങൾ കണ്ട് ആശ്വസിക്കുന്നത് പോലെ എലീശ പ്രാർത്ഥിച്ചു. ഭയന്ന ശിഷ്യൻ സ്വർഗീയ സൈന്യത്തെ കണ്ടു. പ്രാർത്ഥന നിർത്തിയോ? ഇല്ല. പിന്നെയും എലീശ പ്രാർത്ഥിക്കുകയാണ്. പിന്നെയും എലീശ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 18-ാമത്തെ വാക്യമാണ് കേട്ടോ. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കൊരു അറുതിയില്ല കേട്ടോ. ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഈ ജാതി നിന്നെ തകർത്ത് കളയുവാൻ തക്കവണ്ണം വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന ജാതി, അതെ, നീ നശിച്ചു പോകണമെന്ന്, നീ നന്നായിരിക്കരുതെന്ന്, ഒരു നന്മയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന്, ചുരുക്കം മലയാളത്തിൽ പറഞ്ഞാൽ നീ കൊണം പിടിക്കരുതെന്ന്, നശിച്ച് നാറാണക്കല്ല് വാരണമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ആ ശത്രു അവരെക്കുറിച്ച് പറയുന്നു, അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു പറഞ്ഞു. എലീശായുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. നോക്കിയിരിക്കുക, എങ്ങനെ നിന്റെ കൊടുക്കാം. ആ ജോലി സ്ഥലത്ത് നിന്റെ പ്രവൃത്തിയിലോ നിന്റെ ജോലിയിലോ നിന്റെ ഇടപാടുകളിലോ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ അവിടെ ഇട്ട് പിടിക്കാം. ഒരവസരം കിട്ടട്ടെ, ശരിയാക്കി തരാം. ഇങ്ങനെ നോക്കിയിരിക്കുക, കണ്ണും തുറന്ന് നോക്കിയിരിക്കുക. അവന്മാരുടെ കണ്ണിനെ ദൈവം കുരുടാക്കും. നിന്റെ ശത്രുവിൻ്റെ കണ്ണിനെ ദൈവം കുരുടാക്കുക. ഓ സ്തോത്രം. സഹോദരി, നോക്കിയിരിക്കുക. വാക്കിൽ പിടിക്കാൻ വേണ്ടി നീ ഫോൺ എടുക്കുമ്പോൾ, നീ സംസാരിക്കുമ്പോൾ, നീ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ കണ്ണും വെച്ച് നോക്കി നടക്കുക. കൊടുക്കാൻ വേണ്ടി പെട്ട് നിൽക്കുക. ഓ സ്തോത്രം. നിന്നോടാ പെട്ട് നിൽക്കുക. നിന്റെ ശത്രുവിൻ്റെ കൺമുമ്പിൽ നിന്ന് കർത്താവ് നിന്നെ മാറ്റുവാൻ പോകുക. മീൻസ് ആ ശത്രുവിനും നിനക്ക് മധ്യത്തിൽ ദൈവം ഒരു മതിൽ കെട്ടുക. അന്ധത കൊണ്ട്, നിന്റെ ശത്രുവിൻ്റെ അന്ധത കൊണ്ട് ഒരു മതിൽ കെട്ടുക. ഇനി ഭയന്ന് ഒളിച്ചൊളിച്ച് നീ ജീവിക്കേണ്ടി വരത്തില്ല. ആ ഭവനത്തിനകത്ത് നിന്നോടുള്ള ദൂത, ആ ഭവനത്തിനകത്ത് നീ ഇനി ഒളിച്ചൊളിച്ച് ജീവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഓ, തിരിച്ചറിയുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭയപ്പെടേണ്ടതേ. നിന്റെ ശത്രുവിൻ്റെ പെരുപ്പം കണ്ട് അവർ പറഞ്ഞാലേ വല്ലതൊക്കെ ആ വീട്ടിനകത്ത് നടക്കത്തുള്ളൂ. നീ പറഞ്ഞാൽ നിന്റെ ഭർത്താവ് ഒന്നും കേൾക്കത്തില്ല. പറയേണ്ടവരൊക്കെ നിനക്ക് വിരോധമായാണ് പറയുന്നത്. നീ അവിടെ നിന്ന് പോകണം. നീ ശരിയാകത്തില്ല. നീ ഈ വീട്ടിൽ പറ്റത്തില്ല. പേടിയാ. അയ്യോ, ഇവരോടൊക്കെ എനിക്ക് എങ്ങനെ എതിർത്ത് നിൽക്കുവാൻ കഴിയും? എതിർത്ത് നിൽക്കുവാൻ ശ്രമിച്ചു, അതിന് വാരി കൂട്ടിയിട്ടുമുണ്ട്. വെറുതെ വാ തുറക്കണ്ട, പണി വേഷ കിട്ടും. നിന്റെ നാവ് അവരോടുള്ള യുദ്ധം ജയിക്കത്തില്ല. സ്തോത്രം. അത് അവരുടെയൊക്കെ നാവുണ്ടല്ലോ. അയ്യോ, അത് വേറെ ആയുധങ്ങളാണ്. നാവല്ല, അത് ആയുധങ്ങളാണ്. ആ ആയുധങ്ങളോട് നിന്റെ നാവ് കൊണ്ട് നിനക്ക് മുട്ടി നിൽക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി നിൽക്കുന്ന സ്വർഗീയ സൈന്യത്തെ കാണുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ ഭയം വിട്ട് നീ ധൈര്യത്തോടെ നിൽക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. അപ്പനെ, ഇപ്പോൾ അടിയൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സ്വർഗീയ സൈന്യത്തെ ഇവൾ കാണട്ടെ. ആ ഭയം വിട്ട് മാറട്ടെ. മരിക്കുവാൻ തീരുമാനമെടുത്തായിരിക്കുന്ന സഹോദരി നിന്നോടാ. ആരും നിനക്കൊപ്പമില്ല. നിന്റെ പ്രിയപ്പെട്ടവരില്ല, നിന്റെ വീട്ടുകാർ പോലും നിന്നോടൊപ്പം നിൽക്കുന്നില്ല. വേദനപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുക. നിന്നോടാ സ്വർഗീയ സൈന്യം, എണ്ണത്തിൽ പെരുപ്പമുള്ള ശക്തന്മാരായ ബലവാന്മാരായ സൈന്യം നിനക്ക് വേണ്ടി യുദ്ധ സജ്ജരായി നിൽക്കുക. നിന്റെ ശത്രു തകർക്കപ്പെടുക. സഹോദര, നിന്റെ കുടുംബത്തെ തകർത്ത് കളഞ്ഞ, നിന്റെ കുടുംബത്തെ ചിതറിച്ച് കളഞ്ഞ, നിന്നെയും നിന്റെ ഭാര്യയും തമ്മിലകറ്റി. ഓ താങ്ക് ഗോഡ്. യെസ്, ആമേൻ. ആ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ നിന്റെ കയ്യിൽ ആയുധമില്ല. നീ തളർന്നു പോകുന്നു. പ്രതിവാദം പറയുവാൻ കഴിയുന്നില്ല. ഒപ്പം നിൽക്കുവാൻ ആരുമില്ല. വല്ലാത്തൊരവസ്ഥയിലാ. നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുവാൻ പോകുക. എണ്ണത്തിൽ പെരുപ്പമുള്ള നിനക്ക് വാതിറന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അതിനു മുമ്പേ ഒരാൾ പറയുന്നു, അടുത്തയാൾ പറയുന്നു. എല്ലാവരും പറയുന്നത് നിന്റെ കുറ്റമാണ്. ചില വീഴ്ചകൾ സംഭവിച്ചു പോയി. നിന്റെ ജീവിതത്തിൽ ചിലത് തെറ്റായി സംഭവിച്ചു പോയി. മാപ്പ് പറയാം, കാലുപിടിക്കാം, ദൈവസേനയിൽ നെടുമ്പാടെ വീഴാം. ചെയ്യുന്നുണ്ട്, കാല് പിടിക്കുന്നുണ്ട്, കെഞ്ചുന്നുണ്ട്. പറ്റിപ്പോയി.
പക്ഷേ ആരും കേൾക്കുവാൻ തയ്യാറാകുന്നില്ല. ഒരു കൂട്ടത്തിൻ്റെ വാക്കുകൾ നിന്റെ ശബ്ദത്തെ അമർത്തുക. അതിലും വലിയ കൂട്ടത്തെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറക്കുക. അപ്പോൾ ശത്രു അന്ധരായിത്തീരും. നിന്നെയും കാണത്തില്ല, നിന്റെ ഭാര്യയെ കാണത്തില്ല. സേവ് ചെയ്യുക. ശത്രുവിൻ്റെ കണ്ണിന് മുൻപിൽ നിന്റെ കുടുംബത്തെ എൻ്റെ കർത്താവ് സേവ് ചെയ്യുക. യെസ്, യേശുവിൻ നാമത്തിൽ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുവാൻ, തകർന്നു പോകുവാൻ നീ പറഞ്ഞു, നിന്റെ ഭർത്താവ് പറഞ്ഞു, ബന്ധുക്കൾ പറഞ്ഞു, സുഹൃത്തുക്കൾ പറഞ്ഞു. പക്ഷേ അതിലും വലിയൊരു കൂട്ടം അവരെ പിടിച്ചു വച്ചിരിക്കുന്നു. മദ്യപാന്മാരുടെ കൂട്ടം, ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂട്ടം, മ്ലേച്ഛന്മാരുടെ കൂട്ടം, മോശം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടം അവർ പിടിച്ചു വച്ചിരിക്കുന്നു. ആ കൂട്ടത്തോട് എതിർത്ത് നിൽക്കുവാൻ നിനക്ക് കഴിയത്തില്ല. അയ്യോ, നീ ഭയന്നായിരിക്കുന്നു. കേൾക്ക്, അവരുടെ എണ്ണത്തെക്കാൾ അധികമുള്ള സൈന്യം നിന്റെ തലമുറയ്ക്ക് ചുറ്റും പാളയം ഇറങ്ങുക. യെസ് 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 ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. സൈന്യം പാളയം ഇറങ്ങുക. അവിടെ നിന്റെ തലമുറ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ കേസിൽ നിന്റെ തലമുറ പെട്ടുപോകുവാൻ നീ വല്ലാതെ ഭയപ്പെട്ടായിരിക്കുക. എൻ്റെ തലമുറ പെട്ടുപോകും, അവൻ്റെ ഭാവി അസ്തമിക്കും, അവനിനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. അതങ്ങനെ സംഭവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അവൻ്റെ ശത്രുക്കളെക്കാൾ ശക്തന്മാരുടെ സൈന്യം വിന്യസിക്കപ്പെടുക. യാസ്, ആമേൻ ആമേൻ. നീ ഭയപ്പെടേണ്ടതേ, ആമേൻ, ഭയപ്പെടേണ്ടതേ. അവരെ എത്തേണ്ട സ്ഥാനത്ത് കർത്താവ് എത്തിക്കും. അതിന് തക്കവണ്ണം അവർക്ക് മുമ്പിൽ അവൻ വഴികളെ തുറക്കും. ശത്രുവിൻ്റെ സൈന്യം ചിതറി പോകും വിധത്തിൽ ശത്രു നോക്കിയിരിക്കുക. കാണട്ടെ, നിന്റെ മോൾ ആ രാജ്യത്ത് പോകുന്നത് കാണട്ടെ. UK-യിലോ കാനഡയിലോ കാണാം നോക്കിയിരിക്കുക. അയൽപക്കത്ത് പന്ന പിശാച് നോക്കിയിരിക്കുക. ഒരു ടെസ്റ്റ് എഴുതുവാൻ പോകുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ അങ്ങനെയായിരുന്നു, പഠിക്കുവാൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ, ഇപ്പോഴും പഠിക്കുവാൻ പോകുമ്പോൾ നോക്കിയിരിക്കുക. എത്ര ദിവസം കാണണം ഈ പഠനം എവിടം വരെ എത്തും. ഇവളുടെ മോനെ, ഇവൻ്റെ മോനെ അങ്ങ് വിട്ടത് തന്നെ കാണാമല്ലോ. ആ വീട്ടിനകത്ത് പുറത്തിറങ്ങത്തില്ല, അതിനകത്ത് ഒതുക്കിക്കളയുമെന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രു നോക്കിയിരിക്കുക. അവൻ്റെ കൺമുൻപിലൂടെ ആ രാജ്യങ്ങളിലേക്ക് നിന്റെ തലമുറകൾക്ക് എൻ്റെ ദൈവം വഴിവെട്ടും. താങ്ക് ഗോഡ്. യെസ്, യേശുവിൻ നാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം വഴിവെട്ടും. അവൻ ആ കണ്ണുകളെ കുരുടാക്കിക്കൊണ്ട് തന്നെ നിന്റെ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി നിൽക്കുന്ന ചില കണ്ണുകളെ കുരുടാക്കിക്കൊണ്ട് തന്നെ എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു നോക്കി നടക്കുക. വിവാഹങ്ങളെ മുടക്കുന്ന, സ്തോത്രം പ്രാർത്ഥിക്കുക. വിവാഹങ്ങളെ മുടക്കുന്ന ചില ശത്രുവിൻ്റെ കണ്ണിനെ കുരുടാക്കി അവരുടെ മുമ്പിൽ നിന്റെ തലമുറയ്ക്ക് നല്ല വിവാഹത്തെ നൽകേണ്ട ദൈവം നിന്നെ മാനിക്കുവാൻ പോവുക. അമ്മേൻ. ശത്രു പ്രബലൻ. ഈ രോഗത്തിൽ നിന്ന്, രോഗമാണ് ശത്രു, ഈ രോഗത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല. എൻ്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയിരിക്കുന്നു. രോഗം എന്നെ കാർന്നു തിന്നുന്നു, അവയവങ്ങളെ കാർന്നു തിന്നുന്നു. വല്ലാത്ത ഭാരമാണ്. എണ്ണം കൊണ്ട് അധികമുള്ള ശത്രു, രോഗമെന്ന ശത്രു. ഒരു രോഗം ശരീരത്തെ ബലഹീനപ്പെടുത്തി, ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, പരിശോധനയ്ക്ക് കടന്നുപോയി, മറ്റൊരു രോഗം കണ്ടെത്തി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, അടുത്തൊരു രോഗം കണ്ടെത്തി. ഇങ്ങനെ രോഗത്തിൻ്റെ ഒരു കൂട്ടം, ഒരു ക്ലസ്റ്റർ രൂപപ്പെട്ടിരിക്കുന്നു. പല രോഗങ്ങൾ. ഏത് രോഗത്തിന് ആദ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ കൺഫ്യൂഷനായി നിൽക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. നിന്നെ സൗഖ്യമാക്കുന്നവന് നിന്നെ തകർക്കുവാൻ പിശാചയച്ച രോഗമെന്ന എണ്ണത്തിൽ പെരുപ്പമുള്ള ബലവാന്മാരായ സൈന്യത്തെക്കാൾ എണ്ണത്തിൽ പെരുപ്പമുള്ള ബലവാന്മാരായ ഒരു സൈന്യമുണ്ട്, സ്വർഗീയ സൈന്യമുണ്ട്. ആ സൈന്യം രോഗമെന്ന നിന്റെ ശത്രുവിനെ തകർക്കുക. യാസ്, നീ സൗഖ്യം പ്രാപിക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ കടമെന്ന ശത്രു, അത് മുഖാന്തരം അനുഭവിക്കുന്ന നിരാശ, അയ്യോ, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ കടക്കാരും കൂടിക്കൊണ്ടിരിക്കുന്നു. കടത്തിൻ്റെ രീതി മാറിക്കൊണ്ടിരിക്കുന്നു. കൈവായ്പ വാങ്ങിയതാ, സഹായിച്ചതാ, പലിശ ഒന്നും കൊടുക്കണ്ട, ആഭരണം ഊരി തന്നതാ, കൊണ്ടുപോയി നന്നാവ്, സ്നേഹിതർ തന്നതാ.
അവരിന്ന് അല്ല, അവരുടെ മുമ്പിൽ നീ കടക്കാരിയായി മാറിയിരിക്കുന്നു. വായ്പ തന്നു, അവരുടെ മുമ്പിലും തലകുനിഞ്ഞ് നിൽക്കേണ്ടി വരുന്നു. ബാങ്ക് ലോൺ, അവിടെയും നിയമത്തിന് മുൻപിൽ കീഴടങ്ങപ്പെട്ടവനായി നഷ്ടപ്പെട്ടു പോകലിൻ്റെ വക്കിലായിരിക്കുന്നു. ശത്രു എണ്ണത്തിൽ പെരുപ്പമുള്ള സൈന്യത്തെ കൊണ്ട് നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി നിന്റെ ആ സ്ഥാപനത്തിന് ചുറ്റും ഒരു സ്വർഗീയ സൈന്യം പാളയം ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ സൈന്യം പാളയം ഇറങ്ങി തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുമെന്ന് വചനം പറയുന്നു. ആ സൈന്യം, നിന്നെ വിടുവിക്കുന്ന സൈന്യം, നിന്റെ ശത്രുവിനെ തകർക്കുന്ന, നിന്നെ പരാജയപ്പെടുത്തിയ ആ സ്ഥാപനത്തെ തകർത്ത് കളഞ്ഞ്, ഓ താങ്ക് ഗോഡ്, ശുശ്രൂഷക നിന്റെ ശുശ്രൂഷയെ തകർത്ത് കളഞ്ഞ് ആ ദേശാന്തരീയ വ്യാപാര പോരുകൾ, ഓ യാസ്, ആ ദേശത്തിന് മേൽ എഴുന്നു നിൽക്കുന്ന പാരമ്പര്യ കെട്ടുകൾ തകർക്കപ്പെടുക. ഓ അമേൻ, സൈന്യം ഇറങ്ങിയിട്ടുണ്ട്. അമേൻ, സൈന്യം ഇറങ്ങിയിട്ടുണ്ട്, സൈന്യം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ? അഭിഷിക്തൻ പ്രാർത്ഥിക്കുമ്പോൾ, പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ സൈന്യത്തെ കാണും. ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവർ ഇനി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല, എല്ലാം തീർന്നു, അയ്യോ മരണം മാത്രം മതി എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ ധൈര്യമായി നിൽക്കും. അതെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ സൈന്യത്തെ കാണുക, നിങ്ങൾക്ക് ചുറ്റും പാളകം ഇറങ്ങിയിരിക്കുന്ന സൈന്യത്തെ കാണുക. അപ്പാ, അങ്ങയുടെ സൈന്യത്തെ ഇവർക്ക് മുമ്പിൽ അങ്ങ് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരുടെ വിടുതലിനായി ഒരുക്കിയിരിക്കുന്ന സൈന്യത്തെ തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ അന്ധന്മാരായിത്തീരും, നിങ്ങളുടെ ശത്രുക്കൾ തകർക്കപ്പെടും, ആ ശത്രുക്കൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. യെസ് ദൂത, ആ ശത്രുക്കൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ശത്രു നിങ്ങളുടേതായി മാറും. എന്തുകൊണ്ടാണ് ആ സൈന്യം എലീശായുടെ ശിഷ്യനെ ഭയപ്പെടുത്തും വിധത്തിൽ ദോഥാനിലേക്ക് കടന്നു വന്നത്? കാരണം മറ്റൊന്നുമല്ല, ആരാം രാജാവിനോട് ഒരു ഭൃത്യൻ പറയുകയാണ്. അതിൻ്റെ 6-ാം അധ്യായം 12-ാമത്തെ വാക്യം, യജമാനനായ രാജാവേ, കാര്യം അങ്ങനെയല്ല, നീ വിചാരിക്കുന്നത് പോലെയല്ല. നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ, നീ ഉറക്കറയിൽ നിന്റെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള സ്ഥലത്ത് നീ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ സൈന്യം പടയെടുത്തു വന്നത്? ആമേൻ, അഭിഷിക്തൻ ശത്രുവിൻ്റെ പദ്ധതികളെ പൊളിക്കുന്നു. ഓ സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾക്കെതിരായി നിങ്ങളുടെ ശത്രുക്കൾ ചെയ്തു കൂട്ടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വെളിപ്പെടുത്തും. അതുകൊണ്ടാ ചിലതൊക്കെ പറയുന്നത്. ആമേൻ. പലർക്കും ഞങ്ങളെ പേടിയും അതാ, ഇഷ്ടമില്ലെന്നേ. അയ്യോ, ഇഷ്ടമില്ല. ഉപവസിക്കുവാൻ വയ്യ. വെള്ളിയാഴ്ച പകലിൽ പോലും ഒന്ന് ഉപവസിക്കുവാൻ കഴിയാത്തവർ, പരിഹസിക്കുകയും കുറ്റം പറയുകയും നിന്ദിക്കുകയൊക്കെ ചെയ്യുന്ന ആരാ? അയ്യോ, പിന്നെ അവരൊക്കെ പ്രാർത്ഥിച്ചാലേ കേൾക്കത്തുള്ളൂ, നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിച്ചാൽ പോരെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരാരാ? നിങ്ങളൊന്ന് അവരിലേക്ക് അടുത്ത് നോക്കിയേ. ഉപവാസമില്ല, പ്രാർത്ഥനയില്ല, ചുമ്മാ കുറ്റം പറഞ്ഞ് നാട്ടിൽ ആർക്കൊക്കെ എന്തൊക്കെ കുറ്റമുണ്ടെന്ന് കേട്ട് ഇങ്ങനെ നടക്കുക. അവൻ കുഴപ്പക്കാരനാ, അവൻ ഇങ്ങനെയാ, അവൻ അങ്ങനെയാ. ഒന്ന് ഉപവസിക്കുക ചേട്ടായി. 4 വർഷത്തിലധികമായി ഉച്ചവരെ ഉപവസിക്കാത്ത ഒരു ദിവസം സന്തോഷത്തോടെ പറയട്ടെ, ആരെയും ബോധ്യപ്പെടുത്തുവാനല്ല, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ പറയുവാനുണ്ട്. എൻ്റെ ജീവിതത്തിലില്ല. സർജറി കഴിഞ്ഞ് കിടന്നപ്പോൾ രാവിലെ ഒരു 8:30 മണിയായി കാണും. കഞ്ഞി കൊണ്ടുവച്ചു. പിറ്റേ ദിവസം കഞ്ഞി കൊണ്ടുവച്ചു. കുടിക്കണമെന്നുണ്ട്, എന്തെങ്കിലും കുടിക്കണമെന്നുണ്ട്. 2 ദിവസമായിരിക്കുന്നു ആഹാരം കഴിച്ചിട്ട്, വെള്ളം പോലും കുടിക്കാതെ, മെഡിസിൻ്റെയൊക്കെ ക്ഷീണം. ഇങ്ങനെ ചൂട് കഞ്ഞി ആ സ്പൂണിട്ട് ഇങ്ങനെ കോരി വായുടെ അടുത്തെത്തി. പെട്ടെന്ന് ഇപ്പോൾ എത്ര മണിയായി? ആദ്യം എന്നിലേക്ക് വന്ന ചിന്തയാ. വാച്ചും മറ്റൊന്നുമില്ല. അവിടെ നിന്ന് നേഴ്സിനെ പതുക്കെ കൈയാട്ടി വിളിച്ചു. നേഴ്സ് അടുത്ത് വന്നു. ആദ്യമായി എന്നിൽ നിന്ന് വന്ന ശബ്ദം അതാണ്, സിസ്റ്ററെ സമയം എത്രയായി?
അപ്പം സിസ്റ്റർ അന്തം വിട്ട് നോക്കിയ, ഇവൻ കൊള്ളാമല്ലോ, കഞ്ഞി കുടിക്കാൻ എടുത്തിട്ട് സമയം ചോദിക്കുന്നു. സിസ്റ്റർ സമയമല്ല പറഞ്ഞ, ആദ്യം പറഞ്ഞു കഞ്ഞി കുടിക്കുക. ഞാൻ ചോദിച്ചു സമയം എത്രയായി? ആ സിസ്റ്റർ പറഞ്ഞു 9 മണി കഴിയാൻ പോകുന്നു. അയ്യോ, പെട്ടെന്ന് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കർത്താവേ, കുടിക്കാൻ നീ അനുവദിച്ചില്ലല്ലോ. സിസ്റ്റർ പറഞ്ഞു കുടിക്ക്. ഞാൻ പറഞ്ഞു കുറച്ച് കഴിയട്ടെ, ചൂടുണ്ട് സിസ്റ്ററെ. ആ ശരി. പിന്നെ ഓരോ അരമണിക്കൂർ വെച്ചും സിസ്റ്റർ വിളിച്ച് ഓർമ്മിപ്പിക്കും, കുടിക്കുന്നില്ലേ, ചൂട് തണുത്തോറും കുടിക്കേ. അവസാനം 11:30 കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ദേഷ്യത്തോടെ അടുത്ത് വന്ന് പറഞ്ഞു, ഡോക്ടർ ഇപ്പോൾ വരും, ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു ഇപ്പം കുടിക്കാം സിസ്റ്ററെ എന്ന് പറഞ്ഞ് പൂർണ്ണമായി ബലം വരാത്ത ശരീരത്തോടെ പതുക്കെ ടോയ്ലറ്റിലോട്ട് പോയി. അവിടെയൊക്കെ കുറേ നേരം നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. പതുക്കെ കുറേ കഴിഞ്ഞ് തിരികെ വന്നു. 12:15 വരെ പിടിച്ചു നിന്നു. ഡോക്ടർ റൗണ്ട്സിന് അതിനകത്ത് വന്ന സമയത്ത് 12:15 കഴിഞ്ഞു. പ്രാർത്ഥിച്ച കഞ്ഞി കുടിച്ചു. അന്നും ഉപവസിക്കുവാൻ കർത്താവ് അവസരം നൽകി. ഇതൊരു ക്രെഡിറ്റായി പറയുന്നതല്ല പ്രിയരെ. ഈ ഉപവാസവും പ്രാർത്ഥനയുമാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തരാക്കി മാറ്റുന്നത്. നാട്ടുകാരുടെ നുണയും കൊതിയും പറഞ്ഞ് മറ്റുള്ളവരെ പരിഹസിച്ച് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടല്ല. സന്തോഷത്തോടെ പറയട്ടെ, പ്രാർത്ഥനയ്ക്കും കുറവില്ല, ഉപവാസത്തിനും കുറവില്ല. മെഡിസിൻ്റെ ഒരു ലിസ്റ്റ് കാണിച്ച് ഡോക്ടർ ഇന്ന മെഡിസിൻ ഇന്ന കാര്യങ്ങൾക്ക് കഴിക്കണമെന്ന് അതിന് തൊട്ട് മുമ്പ് നടന്ന വീഴ്ചയെ തുടർന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഉച്ചവരെ ഉപവസിക്കണം, അതുകൊണ്ട് ഇതിനകത്തുള്ള കുറേ മരുന്നൊന്ന് കുറച്ച് തരണം, പ്രത്യേകിച്ച് വേദന സംഹാരി എനിക്ക് പറ്റത്തില്ല, ഉപവസിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെയല്ല, വേദന കഠിനമായിരിക്കും. ഞാൻ പറഞ്ഞു വേദന സഹിക്കാൻ തയ്യാറാണ്, എങ്കിലും എനിക്ക് ഉപവസിക്കണം. പ്രിയരേ, ആ ഉപവാസവും പ്രാർത്ഥനയുമാണ് കൊള്ളാകുന്നവരാക്കി നിങ്ങളുടെ മുമ്പിൽ നിർത്തുന്നേ. ആമേൻ. അതുകൊണ്ടാ ശത്രു പാളയം ഇറങ്ങുന്നേ. ആമേൻ. അതുകൊണ്ടാ ശത്രുക്കൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഉപവസിക്കുന്നത് കൊണ്ട്, ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീഴുന്നത് കൊണ്ട് ശത്രുക്കളുണ്ട്. കുറ്റം പറഞ്ഞ് പണ്ട് ഞങ്ങൾ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ അത് കഴിഞ്ഞപ്പോഴൊക്കെ കലുങ്ങിലിരിക്കുമായിരുന്നു. ബസ് സ്റ്റാൻഡിൻ്റെ വശത്ത് കലുങ്ങുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്നത് പോലെ ഇരുന്നിരുന്നെങ്കിൽ, ഇന്നും പലരും ഇരിക്കുന്നത് അങ്ങനെയാണ്, അതുപോലെ ഇരുന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല, ഒരു ശത്രുവുമില്ല. പക്ഷേ ശത്രുവിനെ കണ്ട് ഞങ്ങൾ ഭയപ്പെടത്തില്ല. ആ ശത്രുവിന് മുൻപിൽ കൂടി ഞങ്ങളെ എത്തേണ്ട സ്ഥാനത്ത് എൻ്റെ കർത്താവ് എത്തിക്കും. അപ്പോൾ അഭിക്ഷിതൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ ശത്രുവിനേക്കാൾ പ്രബലനായ ദൈവത്തിൻ്റെ ശക്തിയെ നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ സഭാരാധന 10 മുതൽ പ്രൈസർ ഫാമിലി ലൈവായി നിങ്ങൾക്ക് കാണുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കൊരു ആരാധന മിസ് ചെയ്യുന്ന അനുഭവത്തിലാണെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ലൈവ് ആരാധന ഞായറാഴ്ച 10:30 മുതൽ. ആരാധന മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളും നിങ്ങൾക്ക് കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും. എന്നാൽ കണ്ണടച്ചോ, ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരിൽ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി യേശുവിൻ നാമത്തിൽ വിടുതലായി ചലിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. രോഗമായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. സൗഖ്യം വ്യാപരിക്കുക. ഷുഗർ ലെവൽ കൺട്രോൾ ആകുക. ട്രീറ്റ്മെൻറ്റിന് കഴിയാതെ വണ്ണം ഉയർന്നു നിൽക്കുന്ന ബ്ലഡ് പ്രഷർ നോർമലാകുക. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ അങ്ങ് വഴികളെ തുറക്കുന്ന കൃപയ്ക്കായി ആ തടസ്സങ്ങൾ മാറട്ടെ. പുതിയ ജോലികൾ ലഭിക്കുക. നഷ്ടപ്പെട്ട ജോലിക്ക് പകരമായ കർത്താവ് പുതിയ ജോലികൾ നൽകി മാനിക്കുക. കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകുവാൻ പോകുക. ഡിവോഴ്സുകൾ മാറിപ്പോവുക. സ്തോത്രം. പ്രാർത്ഥിച്ചാട്ടെ. ഭർത്താവ് മടങ്ങി വരിക. സഹോദരി, നിന്റെ ഭർത്താവ് മടങ്ങി വരിക. പ്രാർത്ഥിക്കുക. സഹോദരൻ, നിന്റെ ഭാര്യ മടങ്ങി വരിക. കുടുംബത്തിൻ്റെ തകർച്ചകൾ പണിതുയർത്തപ്പെടുക. താങ്ക് ഗോഡ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുക. റിസൾട്ട് ഉണ്ടാകുക. അവരുടെ ഭാവിക്ക് മേലുള്ള സകല വെല്ലുവിളികൾ, വിവാഹബന്ധങ്ങൾ നടക്കുക. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടുക. താങ്ക് ഗോഡ്. ജന്മനാലുള്ള രോഗങ്ങൾ സൗഖ്യമാകുക. പഠന ചിലവിനുള്ള നന്മകൾ ഒരുങ്ങപ്പെടുക. എല്ലാ ബാധ്യതകളും മാറുക. കടഭാരങ്ങൾ വിട്ടുമാറുക. പലിശക്കടങ്ങൾ മാറിപ്പോവുക. യേശുവിൻ നാമത്തിൽ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക. അമേൻ. സ്തോത്രം. മദ്യപാന, വ്യഭിചാര, വെറുക്കൂത്തുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. സ്വന്തം ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങളെ വാങ്ങട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ.
വാഹനങ്ങൾ വാങ്ങട്ടെ. അമേൻ ആമേൻ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. വിസാ പ്രോബ്ലങ്ങൾ മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി പരിപാലിക്കുന്നു. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.